പണ്ടേ സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോകും. അവിടെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഞങ്ങൾ ചെല്ലുമ്പോൾ അതേ ഈ ഒരു ഡ്രിങ്ക് ഞങ്ങൾക്ക് കുടിക്കാൻ തരും കേട്ടോ. അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അന്ന് യൂട്യൂബ് ഇൻസ്റ്റയൊന്നും ഇല്ലാത്ത ടൈമായിരുന്നു കേട്ടോ. ഞാനതിൻ്റെ റെസിപ്പി ചോദിച്ച് എൻ്റേതായിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി ആഡ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുമായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു 4 മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1/2 കപ്പ് കാഷ്യൂ, ഒരു 6 ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിന് കണ്ടൻസ് മിൽക്കും ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കാരമൽ കണ്ടൻസ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, തിളപ്പിച്ചാറിയ പാലും കൂടി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കാക്കി നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് പാലൊഴിച്ച് നമുക്ക് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ബാക്കി പാലും കൂടി ഒഴിച്ച് അടിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അരഞ്ഞു കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. ഞാൻ കാരമൽ കണ്ടൻസ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാ കണ്ടൻസ് മിൽക്ക് എടുത്താൽ മതി കേട്ടോ. സാധാ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നത്. ഇനി പാല് നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ തിളപ്പിച്ച പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അടിക്കുമ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് അടിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരം കുറച്ച് കാഷ്യൂ കൂടുതൽ ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ബിസ്ക്കറ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഡ്രിങ്കിനുള്ളത്. ക്യാരറ്റ് വെച്ച് റെഡിയാക്കിയിട്ടുള്ളതാണെന്ന് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ഞാനിതിലേക്ക് കുറച്ച് ബദാമും കാഷ്യൂവും കൂടി ഫ്രൈ ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനും വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഗസ്റ്റിനൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.